അല്ല, ഇപ്പൊ അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ആർട്ടിക്കിൾ 370 പിൻവലിക്കുമെന്ന് പറഞ്ഞു അബിൻ. അത് കോൺഗ്രസിന്റെ നയമാണോ അബിൻ വർക്കിയുടെ നയമാണോ എന്ന് അറിയണം. കാരണം കോൺഗ്രസ് അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ. അങ്ങനെ ഉണ്ടെങ്കിൽ കോൺഗ്രസിന്റെ വക്താവ് അത് പറയണം, പാർട്ടി നയമാണെന്ന്. ആർട്ടിക്കിൾ 370 വിഷയത്തിൽ അത് അബ്രഗേറ്റ് ചെയ്യാനുള്ള BJP സർക്കാരിന്റെ തീരുമാനം പിൻവലിക്കുമെന്നുള്ളത് കോൺഗ്രസിന്റെ നയമാണോ എന്നുള്ളത് തുറന്നു പറയണം. വെറുതെ ചാനൽ ചർച്ചയിൽ വന്നിരുന്നു പാർട്ടി നയമല്ലാത്ത കാര്യങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. പോവേണ്ടത് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ അവസരം നേടിയാണ്. അബിൻ പെട്ടെന്ന് പറയാമോ? അതായത് ജമ്മു കാശ്മീരിന് പൂർണ്ണമായ പദവി കൊടുക്കും. ജമ്മു കാശ്മീരിന് നേരത്തെ എന്താണോ ഇന്ത്യൻ സർക്കാർ കൊടുത്തിരുന്ന പ്രിവിലേജ് അത് കൊടുക്കും. ആർട്ടിക്കിൾ 370 പിൻവലിച്ചുകൊണ്ട് BJP കൊടുത്ത അവിടെ BJP നടപ്പാക്കിയ ആ നയങ്ങൾ അത് ഞങ്ങൾ പുനർ ക്രമീകരിക്കും എന്നത് ഞങ്ങളുടെ നയമാണ്. അത് ഞങ്ങളുടെ പ്രകടന പത്രികയിൽ ഉൾപ്പെടെ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. ഞങ്ങളുടെ നേതാക്കന്മാർ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. തെറ്റാ പറയുന്നത്. അങ്ങനെയല്ല. നിങ്ങൾ നടത്തിയ ചേഞ്ചസ് അവിടെ നടപ്പാക്കില്ല. നിങ്ങൾ നടത്തിയ പുനർക്രമീകരിക്കും. അത് നടക്കില്ല. അത് ഞങ്ങൾ എടുത്തു കളയും. അത് തന്നെയാ പറഞ്ഞേ. അത് കോൺഗ്രസിന്റെ നയമല്ല. അബിൻ തെറ്റായിട്ട് കാര്യം പറഞ്ഞു. അബിൻ ഇത് കോൺഗ്രസിന്റെ നയമല്ല പറയുന്നത്. എനിക്ക് കോൺഗ്രസ് നയം അറിയുന്നോണ്ടാ പറയുന്നത്. കോൺഗ്രസ് പറഞ്ഞിട്ടില്ല. അബിൻ സ്വന്തമായി എടുത്ത് പറയുകയാണ്, കയ്യടിക്ക് വേണ്ടി പറയുകയാണ്. ഇത് കോൺഗ്രസിന്റെ നയമല്ല. അബിൻ തെറ്റായ കാര്യം പറയും. കോൺഗ്രസിന്റെ നിലപാട് ഞാൻ വായിച്ചു തരാം. ഇല്ല, പറഞ്ഞിട്ടില്ല. കോൺഗ്രസ് അങ്ങനെ പറഞ്ഞിട്ടില്ല. അബിൻ നുണ പറയുന്നു. അബിൻ സ്വന്തം പാർട്ടി നിലപാട് നുണ പറയുന്നു. കയ്യടിക്ക് വേണ്ടി നുണ പറയുന്നു. കേരളത്തിലെ ചില ആളുകൾ കയ്യടിക്ക് വേണ്ടി അബിൻ നുണ പറയുന്നു. കോൺഗ്രസിന്റെ നിലപാടില്ല. അബിൻ കോൺഗ്രസിന്റെ നിലപാടില്ല. അബിൻ കള്ളം പറയുന്നു. അബിൻ ഉരുളണ്ട. ആർട്ടിക്കിൾ 370 കോൺഗ്രസിന് നയമില്ല. അബിന് കോൺഗ്രസിന് നയമില്ല. അബിന് കോൺഗ്രസിന് നയമില്ല. കോൺഗ്രസ് ഒരിക്കലും പറഞ്ഞിട്ടില്ല ആർട്ടിക്കിൾ 370 അങ്ങനെ പറഞ്ഞ നിങ്ങൾ തോറ്റു തുന്നപ്പാട് രാജ്യത്ത്. അല്ലല്ല, അങ്ങനെ പറഞ്ഞവർ തോറ്റു തുന്നപ്പാടുന്നേ. അല്ല, മാധു അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇല്ലല്ല, അബിനെ ഉരുളണ്ട. കിടന്നുരുളണ്ട. അബിൻ നുണ പറഞ്ഞു. അബിൻ പിടിക്കപ്പെട്ടു. കോൺഗ്രസ് പിൻവലിക്കുന്നു പറഞ്ഞിട്ടില്ല. അബിൻ തെറ്റായ കാര്യം പറയത്. ഉരുളരുത്. അബിൻ കിടന്നുറത്ത് ഉരുളണ്ട. അബിൻ നുണ പറഞ്ഞു. കോൺഗ്രസിന് അഭിപ്രായമില്ല. സുപ്രീം കോടതി വിധി പ്രകാരം ആർട്ടിക്കിൾ ഇനി ചർച്ചയില്ല എന്നാണ് കോൺഗ്രസ് അങ്ങനെ പറഞ്ഞ. കോൺഗ്രസ് തോറ്റില്ലേ, കഴിഞ്ഞില്ലേ? പറയാത്ത കാര്യം നിങ്ങൾ ചർച്ചയിൽ കാണിച്ച എപ്പോ പറഞ്ഞു കിടന്നുരുളണ്ട. അഭിനയം നിങ്ങൾ നിങ്ങൾ നുണയാ പറഞ്ഞവനെ. നിങ്ങൾ കള്ളം പറഞ്ഞു. കോൺഗ്രസിന് പറഞ്ഞത് എന്താണെന്ന് സന്ദീപ് വാര്യർ ഒന്നുകൂടി കേക്ക്. മാധു രക്ഷപ്പെടുത്താൻ നോക്കണ്ട. സംസ്ഥാനപതി ഞങ്ങൾ മാധു അഭിനെ രക്ഷിക്കാൻ മാധു അഭിനെ രക്ഷിക്കാൻ റീസ്റ്റോർ ചെയ്യുന്നതാണ്. കോൺഗ്രസിന് അഭിപ്രായമില്ല. കോൺഗ്രസ് അത് പറഞ്ഞിട്ടില്ല. വാക്ക് പോലും ചർച്ചയിൽ ഉപയോഗിച്ചില്ല. നിങ്ങൾ എന്തെങ്കിലും ഉണ്ടാക്കി ചോദിച്ചാൽ അതിന് ഉത്തരം പറയുകയല്ല എന്റെ നയം. അബിൻ പറഞ്ഞതിൽ പിഴവുണ്ടെന്ന് അങ്ങ് പറയുന്നു. അങ്ങനെയല്ല, ഞാൻ റീസ്റ്റോർ ചെയ്യും. ആർട്ടിക്കിൾ 370 റീസ്റ്റോർ ചെയ്യുമെന്നൊരു ചങ്കൂറ്റുണ്ടെങ്കിൽ അഭിനെ കാണിച്ചു. ഞാൻ പറഞ്ഞു കോൺഗ്രസിന് നിലപാടില്ല. നിങ്ങൾ പറഞ്ഞു ആർട്ടിക്കിൾ 370 അബ്രഗേറ്റ് ചെയ്യാനുള്ള ഡിസിഷൻ റിവോക്ക് ചെയ്യും. നിങ്ങൾ പറഞ്ഞല്ലോ ആർട്ടിക്കിൾ 370 തിരിച്ചുകൊണ്ടുവരുന്ന കോൺഗ്രസ് ചങ്കൂറ്റുണ്ടെങ്കിൽ കോൺഗ്രസിന് ഒരു ആൺകൂട്ടി ഉണ്ടെങ്കിൽ പ്രഖ്യാപിക്കുക. നിങ്ങൾ പ്രഖ്യാപിക്കുക. നിങ്ങൾ ധൈര്യം ഉണ്ടെങ്കിൽ പ്രഖ്യാപിക്കുക. ആർട്ടിക്കിൾ 370 നരേന്ദ്രമോദിയുടെ മുഖത്ത് നോക്കി താൻ കള്ളനാണെന്ന് വർഗീയവാദിയാണെന്ന് വിളിച്ചത് കോൺഗ്രസ് ആൺകുട്ടിയുള്ളതുകൊണ്ടാണ്. ആൺകുട്ടി ഇനിയുണ്ട് കോൺഗ്രസിന്, ഇപ്പോഴുമുണ്ട്. ഞങ്ങൾ ആരുടെയും ഷൂ നക്കി കാലം